മൃതദേഹം കണ്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല? ഇല്ല, ഒന്നും പറ്റിയില്ല. പിന്നെ കമന്നായിരുന്നു കിടക്കണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വന്നിട്ട് പിന്നെ ഇവിടെ 2-3 ആൾക്കാരും കൂടി വിളിച്ച് ബോഡി കമത്തി ഇട്ടു. മേത്ത് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മുണ്ടെടുത്തിട്ട് മേത്ത് കൂടെ ഇട്ടിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് മോന്തയിലൂടെ ഒഴിച്ചപ്പോഴാണ് നമുക്ക് മുണ്ടക്കൈയിലുള്ള നമ്മളൊരു കൂട്ടുകാരൻ തന്നെയാണ് സലാമാണെന്നുള്ളത് മനസ്സിലായത്. അതെ, വില്ലേജ് റോഡിൽ ആദ്യത്തെ മൃതദേഹം കാണുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. ഫസ്റ്റ് മൃതദേഹം കണ്ടത് അത് നമ്മുടെ പിന്നെ മുണ്ടക്കായിലുള്ള നമ്മളൊക്കെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. പിന്നെ സലാം എന്നാണ് അവൻ്റെ പേര്. അതായത് യൂസഫ് അവിടെ മുണ്ടക്കായിൽ ഒരു കച്ചവടം നടത്തുന്ന ഒരു യൂസഫ് ഉണ്ട്. അയാളെ മോനാണ് ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് കണ്ടു കിട്ടിയത്. അതിന് ശേഷമാണ് ഇവിടേക്കൊന്ന് ചെറുതായിട്ടെങ്കിലും ആൾക്കാർ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വരാൻ. മൃതദേഹം കണ്ടപ്പോൾ തിരിച്ചറിയാൻ പറ്റിയില്ല? ഇല്ല, ഒന്നും പറ്റിയില്ല. പിന്നെ കമന്നായിരുന്നു കിടക്കണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വന്നിട്ട് പിന്നെ ഇവിടെ 2-3 ആൾക്കാരും കൂടി വിളിച്ച് ബോഡി കമത്തി ഇട്ടു. മേത്ത് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ മുണ്ടെടുത്തിട്ട് മേത്ത് കൂടെ ഇട്ടിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് മോന്തയിലൂടെ ഒഴിച്ചപ്പോഴാണ് നമുക്ക് മുണ്ടക്കൈയിലുള്ള നമ്മളൊരു കൂട്ടുകാരൻ തന്നെയാണ് സലാമാണെന്നുള്ളത് മനസ്സിലായത്. നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഇവിടേക്ക് വിളിച്ചറിയിച്ചപ്പോൾ തന്നെ അപ്പോൾ അവിടുന്ന് ആംബുലൻസ് വന്നു. അങ്ങനെയാണ് ഈ ഭാഗത്തേക്ക് പിന്നെ കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് നമുക്ക് ഏകദേശം ഒരു 60 ബോഡിയോളം ഈ വില്ലേജ് ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് കിട്ടി. ഇത് കിട്ടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പുഴ തിങ്ങിയപ്പോൾ ഇവിടെ ഒരു തോട് പോകുന്നുണ്ട്. ഈ വില്ലേജിൻ്റെ അടുത്ത് കൂടെ ഒരു തോട് പോകുന്നുണ്ട്. ആ തോട് തിങ്ങി ഇങ്ങോട്ട് കയറിയതാണ്. മൊത്തം കയറി മരങ്ങൾ മൊത്തം അടിഞ്ഞു കൂടി. ആ മഞ്ഞും മരത്തിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ ബോഡികളുണ്ട്. നമുക്കിപ്പോൾ ഈ കിട്ടിയ 60 ബോഡി തന്നെ ശരിക്കും മണ്ണിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതല്ല. ഒക്കെ ഒലിച്ച് മോൾ ഭാഗത്തുനിന്ന് മാത്രം കിട്ടിയ ബോഡികളാണ്. പിന്നെ നമുക്കിപ്പോൾ 60ഓളം ബോഡികൾ റിക്കവർ ചെയ്യാൻ ഈ ഭാഗത്തുനിന്ന് കഴിഞ്ഞത്. ഇനിയിപ്പോൾ ആ ഭാഗത്തൊക്കെ മണ്ണ് അടിഞ്ഞ ഭാഗത്തും മരങ്ങൾ വന്ന് അടിഞ്ഞ ഭാഗത്തും അതിൻ്റെ അടിയിൽ നിന്ന് ഇപ്പോൾ നിലവിൽ ഇന്നിപ്പോൾ 2 ബോഡി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇനിയും ബോഡികൾ ഇഷ്ടം പോലെ ഉണ്ടാവാനുള്ള സാധ്യത. നിങ്ങൾ KSRTC ഡ്രൈവർ എന്നല്ലേ അങ്ങോട്ട് മുണ്ടക്കയിലേക്ക് പോകുന്ന ആളാണല്ലോ. ആൾക്കാരെ അവിടുത്തെ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ വന്നിട്ട് അറിയുന്ന ആൾ കൂടിയാണ്. അതെ, ഞാൻ KSRTCയിൽ അവിടെ മുണ്ടക്കൈ സർവീസ് തന്നെ ഒരുപാട് കാലം ഓടിയിരുന്ന ആളാണ്. മുണ്ടക്കൈയിൽ അവിടെ ഒരു സ്റ്റേ സർവീസ് ഉണ്ടായിരുന്നു. അതേപോലെ മുണ്ടക്കൈ എൻ്റെ കുടുംബങ്ങൾ, എൻ്റെ ഉമ്മാൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ ഏറ്റവും കൂടുതൽ ആ ഭാഗത്ത് തന്നെ മുണ്ടക്കൈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ കുടുംബങ്ങളൊക്കെ എൻ്റെ മുണ്ടക്കൈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ആൾക്കാർ ഈ അവരെയൊക്കെ പലരും കാണാതായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ കാണാനുണ്ട് ഇപ്പോഴും. കുടുംബത്തിലുള്ളവരും നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെ എല്ലാവരും അറിയാം. ഒന്നാമത് നമ്മൾ ഈ പ്രദേശത്തുകാരൻ തന്നെ ആയതുകൊണ്ട് ഞാൻ ഈ ബസ്സിൽ വരുന്നതുകൊണ്ട് ഏതൊക്കെ ആൾക്കാരാണെന്നുള്ളത് എനിക്ക് എല്ലാവരും വ്യക്തമായിട്ട് അറിയുന്നതാണ്. എന്തായാലും ഈ എത്രത്തോളം വ്യാപ്തിയുള്ളതാണ് ദുരന്തം എന്ന് അറിയിക്കുന്നതാണ് ഈ സ്ഥലത്തെ ദൃശ്യങ്ങളും ഇവരുടെ അനുഭവങ്ങളും. കാരണം ഇവിടെ ഒരു മൃതദേഹം കാണുന്നു, അത് പിന്നെ മലർത്തിയിട്ടുകൊണ്ട് വെള്ളം ഒഴിച്ച് നോക്കുമ്പോൾ തൻ്റെ സുഹൃത്താണെന്ന് അറിയുന്നു. പിന്നെ അവിടെ നിന്ന് വീണ്ടും രക്ഷാദൗത്യത്തിലേക്ക് പോകുന്നു. അങ്ങനെ അതായത് അറിയുന്ന ആൾക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ട, അതിനുവേണ്ടി തിരയേണ്ട ഒരവസ്ഥയിലാണ് ഇവിടുത്തെ നാട്ടുകാരെന്തായാലും. ചൂരൽമലയ്ക്ക് സമീപമുള്ള വില്ലേജ് റോഡ് വലിയൊരു ദുരന്ത ഭൂമിയായി മാറിയതിൻ്റെ കാഴ്ചകളും പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ അനുഭവങ്ങളുമാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.